അല്ലേ അതെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാത്രിയിലല്ല, രാത്രിയിൽ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ മൊത്തത്തിലൊരു സമാധാനമില്ല. അത് ഉറക്കം കിട്ടണ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മൾ ഈ ഡെയിലി ജോലിക്ക് പോവുക, അപ്പൊ ആ ജോലിന്റെ ക്ഷീണം കാരണം രാത്രി നല്ലോണം ഉറക്കവും കിട്ടും, നല്ല സമാധാനം കിട്ടും. ഓ അതല്ലേ? ആഹാ, അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. എന്നാ ഞാൻ പണിക്ക് പോവാത്ത ആളാണ് പറഞ്ഞു കേട്ടല്ലേ. നിങ്ങൾ പണിക്ക് പോലുണ്ടോ? എന്താ ഞാൻ പണിക്ക് പോലില്ലേ? പണിക്ക് പോലുണ്ട്, ദിവസം പോണോ? ദിവസം പോകണമെന്ന് പറഞ്ഞാൽ പണിയുണ്ടോ പണിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ എനിക്ക് നടക്കാൻ പറ്റുമോ? ആരെങ്കിലും വിളിക്കണ്ടേ? വിളിച്ചാലേ പണിക്ക് പോവാ. പണി പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വരില്ലാന്നോ? നിങ്ങൾ എവിടെങ്കിലും പണി അന്വേഷിച്ച് പോയാലും നല്ല പണി കിട്ടും നിങ്ങൾക്ക്. ഈ പണി എടുത്തിട്ടൊന്നേ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പണി എടുക്കാണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പറയണത്. ആരോട് പറയാനാ? ഇതാ ബെല്ലടിക്കുന്നുണ്ടല്ലോ ആരോ ഫോണില്. ആരാണ്? അറിയില്ല. ആ ഇത് പണി തരാൻ തന്നെ. ഇതാ അള്ളിയാനാണ്. കണ്ടോണ്ട അത് എടുത്തിട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് പറയണോ? ഹലോ, ആ വാസേട്ട ഇവിടെ ഇല്ല. ആ പണിക്ക് പോയതാ ആണോ? ആ ശരി ശരി, ഞാൻ വന്നിട്ട് പറയേ. ആ പണി തരാനാ? അയ്യോ അങ്ങനെയല്ല, കോയമ്പത്തൂർ ഒരു പണിയുണ്ട്, അത് ഒരാഴ്ച അവിടെ നിന്നിട്ട് ചെയ്യാനുള്ള പണിയുണ്ട്. നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാനാ പറയുന്നത്. ഞാൻ വിട്ടാലോ? ആ പോയിക്കോ. അല്ല ഏതായാലും വെറുതെ ഇവിടെ പണിയില്ലാണ്ട് വെറുതെ അങ്ങനെ തിരി കളിക്കില്ലേ? ആ അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് വരാന്ന്. 2 മണി ട്രെയിനിനെ അങ്ങോട്ട് വിടാം. ആ എന്നാ ഇപ്പൊ തന്നെ അങ്ങ് വിളിച്ച് പറഞ്ഞേക്ക്. അല്ല ഞാൻ പറയണ്ട, നീ പറയേ. അവിടെ ഇല്ല, പണിക്ക് പോയി പറഞ്ഞിട്ട്. അല്ലെങ്കിൽ വേണ്ട. എന്തേ? കോയമ്പത്തൂരല്ലേ, നിങ്ങള് പോയിട്ട് വീണ്ടും വെള്ളടി തുടങ്ങിയാലോ? എന്താ ഞാൻ വെള്ളടിക്കാൻ അടക്കി പോണ്? അല്ല അണ്ണന്റെ അടുത്ത് പോയിട്ട് ഇനി പഴവ അങ്ങനെ ഒന്നുമില്ല. വേണ്ട വേണ്ടെന്ന് പോവാ നല്ലത്. എന്തായാലും ഒരാഴ്ചക്കുള്ള പണി ഉണ്ടാവില്ലേ? വെള്ളടിക്കോ? വെള്ളമൊന്നും അടിക്കില്ല. വെള്ളടിക്ക എന്നടിച്ചതാണ്. വിളിക്കട്ടെ എന്നാല്? വിളിച്ചു പറയട്ടെ എന്നാല്? ആ വിളിച്ചു പറഞ്ഞു. 2 മണി ട്രെയിനിന് കയറ്റി വിടാം, ഉച്ചവരെ ഒന്ന് പണിയുള്ളൂ എന്ന് പറഞ്ഞാൽ. എന്തായി ചോറുന്നാ? ഞാൻ ചോറുന്നല്ലടേ. വാസേട്ട ഇപ്പൊ വരുന്ന പറഞ്ഞിട്ടില്ലേ? അതിന് നീ പട്ടിണി ഇരിക്കണം എന്തിനാ? പട്ടിണിയല്ല, ഒരാഴ്ചയായിട്ടില്ല ഇവിടുന്ന് പോയിട്ട്. അപ്പൊ ഇന്ന് രാവിലെ ഇവിടുന്ന് പുറപ്പെടുന്നു പറഞ്ഞു. അപ്പൊ ഉച്ചയാകുമ്പത്തേക്ക് എത്തുമല്ലോ, അപ്പം ചോറും കറിയൊക്കെ റെഡി ആയിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. അതിന് ഈ ചോറുണ്ണാതിരിക്കൊന്നും വേണ്ട, ഒരു വരുമ്പോൾ കൊടുത്താ പോരെ. ഇത്രയും ദിവസം ഒറ്റയ്ക്കല്ലടി കഴിച്ചു, അതുകൊണ്ട് എന്തോ പോലെ തന്നെ വാസേട്ടൻ്റെ കൂടെ കഴിക്കാൻ. അതിന് തിന്നിരിക്കണം എന്തിനടി? അല്ലാതെ എന്താണ് രാവിലെ വരുന്ന വെച്ചിട്ട് ഓള് കാട്ടുകാത്തിരിക്കുന്നു. എന്താ അവിടുന്ന് ഇങ്ങോട്ട് പോന്ന് കിട്ടണ്ടേ? റോഡിലൊക്കെ ആകെ ബ്ലോക്ക്. ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, വേഗം വിശക്കുന്ന ഞാൻ തിന്നിട്ടില്ല. എടുക്കളിയാ? അതെ ഇപ്പൊ എടുക്കാം. പൈസ കൊടുക്ക, പൈസ കൊടുക്ക്, പൈസ കൊടുക്കേ. പൈസ കൊടുക്കേ. പൈസ ഞാനല്ലേ, നീ കൊടുക്കേ. ചെക്ക ഉടുക്കളി കളിക്കാൻ എപ്പോ വരുമ്പോൾ നീ തന്നെ കൊടുക്കരുത്, അത് ശീലമാ പോച്ചു. നീ കൊടു, ചില്ലറല്ലേ കൊടു. എങ്ങനെയുണ്ട്? ഇങ്ങനെ എന്നെ പറ്റിക്കാൻ എന്നും കൊടുക്കുന്ന പോലെ നീ കൊടുക്കുന്നു. എന്താ പറയും? അപ്പൊ ശരി കേട്ടോ. ആ അതിപ്പോ ചെറിയ ആട്ടുണ്ട്. പിന്നെ പനിക്കുട്ടി എവിടെയാണ്? കടയിലേക്ക് പോയല്ലേ? ആ ആയിക്കോട്ടെ, ഞാൻ അവിടെ പോവാ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. നല്ല കാലത്തിലോട്ടോ. കുട്ടികള് സ്കൂളിൽ പോയി. പണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് പണി? അവിടെ ആകെ ചൂടാണ്. ഞാൻ വഴിക്കാൻ പോണില്ല. ഞാൻ എന്തെന്നാണ് ഭയങ്കര ചൂട്, നിക്കാൻ മാർഗല്ലേ അവിടെ. നല്ല വീട്ടിൽ ഒരാഴ്ചത്തെ പണി ഉണ്ടായിരുന്നല്ലോ. ദുബായിലൊക്കെ പിന്നെ നല്ല തണുപ്പല്ലേ, അങ്ങ് இந்த மாதிரி வேலை செய்யற எல்லாம் இதுல சூடுல தான் வேலை செய்துட்டு இருக்கு. ഓ ഇത് നല്ല ഫിറ്റാന്നല്ലേ. പൈസ ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
പൈസ പണിയിട്ട് തന്നെ പൈസ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് ഇഷ്ടം പോലെ സ്ഥലത്ത് കൊടുക്കാണ്ട്. റസിയാന്റെ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മോന്റെ ട്യൂഷൻ ഫീസ് ഒക്കെ കൊടുക്കാനുണ്ട്. എന്റെ പൊന്നു മോളെ വന്നിങ്ങോട്ട് കയറിയല്ലേ ഉള്ളൂ അല്ലേ? ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നീ നിന്റെ ലിസ്റ്റ് എഴുതിക്കോ, അപ്പം എടുത്തു തരാം. അതെ நீங்க பேசிட்டு பசிந்துட்டு சோறு இருக்குதுல்ல, சாப்பாடு போடு. ആ വേഗം നിങ്ങളും ഞാൻ ചോറൊക്കെ എടുത്തരാം. ഓ ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ നിന്നോട് വാങ്ങിയ കാശ്. ലോട്ടറി അടിച്ചാ? ലോട്ടറി ഒക്കെ അടിച്ച് ചെറുതായിട്ട്. ഇത് 3000 ഉണ്ടോ? 3000 ഉണ്ടോ? ഞാൻ എടുത്തപ്പോഴേ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. 2500 അല്ലേ തരാനുള്ളൂ? അല്ല ഇതെന്താ വാസുട്ടിയുടെ മനസ്സിൽ പോയതിന്റെ? പിന്നെ അടച്ചത് കളി. വന്നല്ലോ. സാരിയുണ്ട്, നൈറ്റുകളുണ്ട്. ഉണ്ടോ? എന്നാ വേഗം എടുക്ക, ഞാൻ കുറച്ച് നൈറ്റ് നോക്കട്ടെ. എനിക്കൊന്നും വേണ്ടല്ലോ. എന്തിനാണ് ഞാൻ അന്നാള് വാങ്ങിയതാണ്? നോക്കണി നല്ലതൊക്കെ ഉണ്ടാവും. പൈസ കളയാൻ നോക്കി കൊള്ളാലോ. നല്ല തന്നെയല്ലേ? ആ നല്ല തന്നെയാണ്. ഇത് നീ എടുത്തോ. എനിക്ക് വേണ്ടാന്ന്. ഇത് എന്റെ വകയാ. എടോ എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കൂലേ? അതായിക്കോട്ടെ, പക്ഷെ ഇതിപ്പോ എന്റെ ഒരു സന്തോഷത്തിന് നീ ഇത് വെച്ചേ. എന്റെ മല്ലിക ഞാൻ അന്നാള് കൊറേ എടുത്തതാണ്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുക്കും. ഈ എന്തിനാ വെറുതെ പൈസ കളയണേ? ചേച്ചി സന്തോഷം കൊണ്ട് വാങ്ങിച്ചു തരുന്നതല്ലേ? ഓക്ക് കച്ചടോ. അതാ അവള് പറഞ്ഞ സത്യം തന്നെ. നിനക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഒരാളുടെ സന്തോഷത്തോടു കൂടി തരുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടു കൂടി തരും. ഇത് വേണം മല്ലിക. നീ വെച്ചോ. ഇതിനെത്രയാ? 2 മതിയോ? 2 മതി. 600 രൂപ. 600 രൂപ. 600 രൂപയ്ക്കൊന്നും നല്ല നൈറ്റി, നല്ല കോട്ടൺ നൈറ്റിയാണ്. അതായിക്കോട്ടെ. ഇപ്പൊ ഞങ്ങള് 2 എടുത്തില്ലേ? ഞാൻ 1 എടുക്കണം. ഞാൻ ഒരു കാര്യം ചെയ്താ 500 കൊടുത്തു. പിന്നെ എടുത്തോ? ഇത് എന്തെങ്കിലും തന്നെ പണി. മാറ്റിയിടല്ലേ, ജീവിച്ചു പോട്ടെ. വരിക, ഇത് എന്റെ വകയാ. അത് കളിക്കലോ. ഞാൻ ഓളോട് പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. പിന്നെ എന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ലോട്ടറി അടിച്ചല്ലോ. എന്റെ പൈസ ഒക്കെ തന്നു. അതെ, പടച്ചറമ്പേ, പടച്ചോൻ കാക്കട്ടെ. എന്തായാലേ കോയമ്പത്തൂർ അങ്ങനെ ഇറങ്ങിയപ്പോ മൂപ്പരുടെ കയ്യിൽ 10 കായുണ്ട്. ഓൻ ഇവിടെ നിന്ന് കെട്ടിത്തിരിട്ട് കാര്യ കേട്ടോ. വാസുട്ടിക്ക് ഏറ്റവും നല്ല ഇവിടുന്ന് വിടുക. ഇവിടെ നിന്നാലേ ഇന്ന കായൊക്കെ തീർക്കോളോ. ഇവിടെ സമാധാനറിയോ? അന്റെ മുഖം കാണുമ്പോ കാണാണ്ട്. ശരിട്ടോ. അൽഹംദുലില്ലാ, എന്തിലാവട്ടെട്ടോ. ഓനക്കൊരു മാറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലോണം. ഓള് ഇങ്ങനെയൊക്കെ പൈസ ചെലവാക്കേണ്ട കാര്യണ്ടോ? ഒരു സന്തോഷത്തിന് അവള് മേടിച്ചെന്നാവും. അല്ല സന്തോഷത്തിന് വെച്ചാല് ഓളിക്ക് തരാനുള്ള പൈസയും തന്നെ. ഇത് വെറുതെ അധിക ചെലവല്ലേ? ഇവിടെ ആവശ്യത്തിന്. ഇങ്ങനല്ല, ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അവരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ ഒരു ഇഷ്ടമൊക്കെയാണ്. എല്ലാവരും ഇപ്പൊ എന്റെ മാതിരി ആവില്ലല്ലോ. അല്ല, എന്റെ മാതിരിയൊക്കെ തന്നെ അല്ല, അങ്ങോട്ടും കൂടെ ഒക്കെ കൊടുത്തും വാങ്ങലൊക്കെ ഉണ്ടാവും ആൾക്കാർ. നിങ്ങള് പറഞ്ഞത് ഞാൻ കേട്ട്. ഞാൻ കേട്ട് ഇന്ന മാതിരി ഇല്ലല്ലോന്ന്. അല്ലേ? അല്ലേ? ഓള് ഇന്റെ വാപ്പാടെ മുതലാണ് കിടന്നുറങ്ങണേ. അത് ഓളുടെ നന്ദി പ്രകടനായിട്ട് ഞാൻ കണക്കാക്കിക്കോളത്. അപ്പൊ കിടക്കാനോ എന്റെ വാപ്പ മാക്സിമം അടിച്ചു കൊടുത്തേക്ക. എന്തൊക്കെ പറയുന്നത്? അളിയാൻ പറഞ്ഞത് ഒരു 8-10 വീടിന്റെ പണിയുണ്ട്, വലിയ പണിയാണ്, വാന്നൊക്കെയാണ്. ചെന്ന് നോക്കുമ്പോ എന്താ സംഭവം എന്ന് പറയാൻ എനിക്ക് ഏതോ ഒരു ചങ്ങാതി പാവപ്പെട്ട ആളുകൾക്ക് മറ്റേ ഈ ചേരിയിലൊക്കെ ഉള്ള ആളുകളാണ്, അവർക്ക് വീട് വെച്ച് കൊടുക്കുക. എന്താ വീട്? വെറുതെ ഈ അലകും കോലും ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മറ്റേ ഷീറ്റ് ഇങ്ങോട്ട് പെയ്യും. അതാണ് ആ ഒരു പണിക്ക് ഇപ്പൊ ഇവിടുന്ന് വാസൂട്ടി പോകേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മ വലിയ വീട് പണിതാലും ഷീറ്റിട്ട വീട് പണിതാലും വൈകുന്നേരം കൂലി കൃത്യമല്ലേ കിട്ടണത്. പിന്നെ ഏത് വീടായാലും എന്താണ് കൂലിയൊക്കെ കിട്ടണോ? വെയിലുണ്ടല്ലോ, കരിഞ്ഞങ്ങോട്ട് പോവാണ്. അതിപ്പോ ഇവിടെ വെയിൽ കൊള്ളാതെ പച്ചക്ക് ഇരുന്നിട്ട് എന്താ കാര്യം? പണിയുണ്ടെങ്കിൽ പണിക്ക് പോണം. ഇപ്പൊ നീ ആ പൈസ ഒക്കെ കിട്ടിയപ്പോ വീട്ടിലൊരു ഐശ്വര്യമുണ്ട്, മുഖം കാണാനൊരു വൃത്തിയുണ്ട്. എന്ത് ഇപ്പഴാ? പോടാ അവിടെ നിന്ന് വെറുതെ പറയാ. ഇത് പണിക്ക് പോകാതിരിക്കാനുള്ള അടവാണ്. പിന്നെ അവിടെ എങ്ങാനും 1 മാസം നിന്ന് പണിതിട്ടുണ്ടെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ച് കൊണ്ടുവരേണ്ടി വരും. അത് സാരമില്ല, അതിനിവിടെ ആവശ്യത്തിന് ആംബുലൻസ് ഉണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നോളാം.
എപ്പോഴാണ് വന്നത്? ഞാനൊക്കെ വന്ന് പൊലി അങ്ങോട്ടൊന്നും പറയണ്ട. അത് ശരി. അതെ ഇപ്പൊ അവിടെ പണിക്ക് പോണതിന്റെ ബുദ്ധിമുട്ടുകൾ പറയണേന്ന്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ കുടുംബത്തിൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അത് പറയാണ്ടിരിക്കാൻ വയ്യ. എന്താ എന്താന്ന് ചോദിച്ചാ മുമ്പുള്ള സന്തോഷം മാതിരിയല്ല. എടാ ചെങ്ങായി, ഈ എന്തായാലും ഉണ്ടല്ലോ ഇവിടെ ഇനി കിടന്ന് കെട്ടിത്തിരിയണ്ട കേട്ടോ. ഈ കോയമ്പത്തൂർക്ക് പണിക്കോ. എന്ത് ചൂടാ കോയമ്പത്തൂരിന് ഇപ്പൊ ഇല്ലാത്ത കുറ്റമില്ല. അവിടെ സൂര്യൻ ഉദിക്കണെന്ന് രാവിലെ വെയിലിന്ന്. ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ ബൾബിട രാവിലെ. എടാ ചെങ്ങായി പണിയുള്ളടത്ത് നിക്കണം. അതിന്റെ ഒരു സമാധാനം സന്തോഷമൊക്കെ കുടുംബത്തുണ്ടാവും. ഉണ്ടല്ലോ ഞാൻ സത്യത്തില് ഈ ഒരു കാര്യം പറയാനാ എന്റെ അടുത്തേക്ക് വന്ന് ഭരിക്കണ ആരെയൊക്കെ പറയാനൊരു ചമ്മലുണ്ട്. എന്നാലും ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ ഇന്ന് റസിയും മല്ലികയും കൂടിയിട്ടേ അവള് കുറച്ച് കായ് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു റസിയാടെ മറ്റേ മല്ലികയെ. അവര് 12,500 ആ കാശൊക്കെ കൊണ്ടുവന്ന് റസിയാടെ കൊടുക്കണു. ഒരു മാക്സിക്കാര് വന്നിട്ടുണ്ടായിരുന്നു. അവര് 2 മാക്സിയൊക്കെ മേടിച്ചു പറഞ്ഞു. അവള് കൊടുത്തു പറഞ്ഞു എന്നാ റസിയാക്ക് ഇരിക്കട്ടെ, എന്റെ ഒരു സന്തോഷം അല്ലെ. ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലൊരു സന്തോഷം. സത്യം പറഞ്ഞത് കണ്ടിട്ട് കണ്ണില് കണ്ണെന്ന് പറഞ്ഞിട്ടോ. നേരം നോക്കട്ടെ. എന്തേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് അതെ, നീ ശരിക്കും പറഞ്ഞു തന്നെയാണോ അതോ സ്വപ്നം കണ്ടിട്ട് അത് പറഞ്ഞാണോ? ഏടാ ചെങ്ങായി, ഞാൻ അത് കണ്ടിട്ടല്ലേ വരുന്നേക്കെ. ഇത് അനക്കൊരു 10 ഉറുപ്പിക്ക് സന്തോഷം തന്നെയാണ്. നമ്മളോട് വിളിച്ചു നോക്കണ എന്തിനാ? അല്ലാതെ മല്ലിക റസിയക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞത്? മല്ലിക അവളുടെ കടം വാങ്ങിയ കായ് തിരിച്ചു കൊടുത്ത്. അതിന് അവൾക്ക് ഇവിടെ പൈസ കയ്യില് കൊടുത്ത കാശവും ഈ കോയമ്പത്തൂര് പോയാന്ന് കൊടുത്ത പൊന്നെ ഞങ്ങൾക്ക് വായ്പ അവിടെ തന്നെ ഇരുന്നോട്ടെ. എടാ ഇവ ഈ പറയണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മല്ലിയുടെ കയ്യിൽ പൈസ ഇല്ലാതെ എങ്ങനെയാ റസിയക്ക് പൈസ കൊടുക്കുന്നത്? അവൾക്ക് എന്താ നോട്ടടിച്ചടിക്കണ നല്ല വിഷയം ഉണ്ടോ അവളുടെ കയ്യിൽ കൊടുക്കാണ്ട്? ഞാൻ പിന്നെ നോണ അറിയാ. ഇന്നലെ വരെ 10 പൈസ ഇല്ലാന്ന് പറഞ്ഞാലേ നീ വന്നേ പിന്നല്ലേ ചെലവാക്കാൻ തുടങ്ങിയത്. അല്ല, ഓളുടെ കയ്യിൽ എവിടുന്ന പയ്യനുള്ള പൈസ എന്നാണ്. ഞാൻ പൈസ കൊടുത്തിട്ടില്ല. ഈ കൊടുക്കാണ്ട് പിന്നെ എങ്ങനെ അവളുടെ കയ്യിലാണ്? നിനക്ക് തരാനുള്ള പൈസ അവളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് നേരിട്ട് കൊടുത്തൂടെ? അവള് കടം മേടിച്ച എന്താ ആവശ്യത്തിന്? കോയമ്പത്തൂരിന് ഒന്നും കിട്ടിയില്ലേ? കോയമ്പത്തൂരിന്ന് കിട്ടി, അതിന്റെ കയ്യിലുണ്ട് കുറച്ച് പൈസ. പിന്നെ അതില് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു വരും, ബാക്കി പൈസ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടില്ലേ. പിന്നെ അവളുടെ എവിടുന്ന മാത്രം പൈസ? ഞാൻ ഇവിടെ ചെല്ലണ്ട് ചോദിക്കാം. മല്ലികേ, മല്ലികേ, നോക്കി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അല്ല, ഒരു 10,000 രൂപ താ. എന്താ കളിയാക്കണോ വാസേട്ടാ? നീ നാട്ടുകാർക്ക് മുഴുവനെ പൈസ കൊടുക്കണ്ടല്ലോ. നാട്ടുകാർക്ക് മൊത്തം ഞാൻ കാശ് കൊടുക്കാനോ? നിങ്ങൾ എന്താ വാസേട്ടാ പറയുന്നത്? റസിയക്കാരാ പൈസ കൊടുത്തത്? അത് കടം വാങ്ങിയ പൈസയല്ലേ, 2,500 രൂപ അതല്ലേ കൊടുത്തത്? അത് എവിടുന്ന നിനക്ക് കൊടുക്കാൻ? ആ പൈസ എവിടെ നിനക്ക് കിട്ടി? അത് വാസേട്ടന്റെ പൈസേന്റെ അടുത്ത് കൊടുത്തത്. എന്റെ പൈസയോ? നിങ്ങള് കോയമ്പത്തൂർ പണി കഴിഞ്ഞ് വന്നപ്പോ കൊറേ പൈസയും കൊണ്ടല്ലേ വന്നത്. അതിന്റെ അകത്ത് ഞാൻ 2,500 രൂപ റസിയക്കും കൊടുത്ത് 500 രൂപയ്ക്ക് 2 മാക്സിമം. നോണ പറയാൻ നിൽക്കരുത് കേട്ടാ. നോണ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പട കിട്ടും നിനക്ക്. നോണ പറയാനോ? ഞാൻ എന്തിനു വാസേട്ടനോട് നോണ പറയണോ? കോയമ്പത്തൂർ പണിക്ക് പോയി കിട്ടിയതിന്റെ പൈസ എന്റെ കയ്യിലുണ്ടെന്ന്. നിനക്ക് എവിടുന്ന പൈസ കിട്ടിച്ച് അത് പറ. എന്റെ വാസുവേട്ടാ, നിങ്ങളെ കയ്യിൽ നിങ്ങള് വിക്ഷോപ്പറിന്റെ അകത്തല്ലേ ഇട്ടത്? പണി കഴിഞ്ഞ് വരുമ്പോ ഒരു കവറും കൊണ്ട് വന്നില്ലേ, അപ്പൊ ഞാൻ അതിന്റെ അകത്ത് എടുത്തു കൊടുത്തു. നീ എന്റെ അടുത്ത് പൊട്ടം കളിക്കാൻ നിൽക്കാണ്? സത്യമായിട്ടും വാസോട്ട് നിങ്ങളെ വിക്ഷോപ്പറിന്റെ അകത്ത് 10,000 രൂപ കിട്ടി, അതിന്റെ അകത്ത് 3,000 രൂപ ചെലവാക്കി. ആ ചെലവാക്കിയുള്ള ദേഷ്യല്ലേ കാണിക്കുന്ന? ബാക്കി 7,000 രൂപ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. 3,000 രൂപ കഴിച്ചിട്ട് ബാക്കി 7,000 രൂപ എന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ചു. പൈസ എടുക്ക്. എവിടുന്നാണ് പൈസ വന്നത്? അമ്മ ഒന്ന പിടിച്ചോ നിങ്ങളെ 7,000 രൂപ. അല്ല, അപ്പൊ ഈ പൈസ മല്ലികേ, അപ്പൊ ഇതെങ്ങനെ വന്നു? എന്ത്? ഇത് വാസോട്ടന്റെ പൈസയല്ലേ? നിങ്ങളെ പൈസയല്ലേ ഇത്? എന്റെ പൈസ എന്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ അത് കൂടെ 2,000 രൂപ കൂട്ടിയിട്ട് വേണം ബാങ്കിൽ അടക്കാന്ന് വിചാരിച്ച് നിൽക്കണേ. എനിക്ക് കോയമ്പത്തൂർ നിന്ന് പോണം. കോയമ്പത്തൂരിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. ஆமா, நீ அடுத்த ஆഴ്ച வேலை கழிச்சு போலாம் தான் நினைச்ச. சும்மா பெட்ടെന്ന് டீடெயில் கூப்பிட்டுச்சேன்ன. അത് 2 ദിവസത്തെ പണിയുണ്ട്, അവിടെ കഴിഞ്ഞിട്ട് പോവാം. அது வேண்டாம், நான் போயிட்டு வரேன். அங்க நமக்கு ஒரு ஷெட் கட்டணும்னு சொன்னல, அதுல பக்கத்து வீட்டுல பழைய ஹாஸ்பிட்டல்ஸ் சீட்டு கம்மி விலைக்கு தரான்னு சொல்லி இருக்குது.
அது வாங்கி வச்சுட்டு நான் வரேன். അത് അവിടെ അവളോട് വാങ്ങിയിടാൻ പറഞ്ഞ പോലെ. காசு என்கிட்ட தானே இருக்குது, நான் கொண்டு போய் கொடுக்கணும்ல. போயிட்டு வரட்டா? എന്നാ പൊക്കോ. மல்லி, அந்த பிஷோப்பருக்குள்ள நான் ஒரு பொதியில 10,000 ரூபாய் கட்டி வச்சிருந்தேன். அந்த காசு கொடு. അത് നിന്റെ പൈസയാണ്. பின்னலாம? അത് ശരി. അണ്ണന്റെ പൈസയായിരുന്നു അത്. ஆமா. ഞാൻ വാസുവേട്ടന്റെ പൈസയാന്ന് വിചാരിച്ച അതിന്റെ അകത്ത് എടുത്ത് കുറച്ച് പൈസ ചെലവാക്കി. எவ்வளவு? 3000 രൂപ. ஏன் மல்லி, அதுன்னு காசு எடுக்கும்போது என்கிட்ட சொல்லக்கூடாதா? நான் எத்தனை ஆവശ്യத்துக்கு வச்ச காசு அது. നീ എന്തിനാ ബാഗിൽ കൊണ്ടുപോയിട്ട് പൈസ ഇട്ടത്? ഞാൻ വാസുവേട്ടന്റെ പൈസയാന്നല്ലേ വിചാരിച്ചത്. அழியா, என் சுபாவம் தெரியுமில்ல, அது கையில வச்சா நான் செலவு பண்ணும். அதனால தான் நான் அதுக்குள்ள வச்ச போகுമ്പോ എടുക്കലാണ്. അതേതാ, അങ്ങനെയാണെങ്കിൽ അവളോട് പറയണ്ടേ നീ. அது പറയാമ போல தப்பு. இனி மீதி எவ்வளவு இருக்கு? 7000 രൂപ ഉണ്ട്. அதாவது கொடு, அது கொண்டு போய் ஷீட் வாங்கி வச்சுட்டு வரலாம். ச்சே, இந்த காசு எடுத்து அது அப்பவே சொல்லி இருந்தா 10,000 கிடைச்சிருக்கு. இப்ப 3000 போச்சு. ഞാനിപ്പോ ട്യൂഷൻ ഫീസ് ഒരു 2000 രൂപ മോന് കൊടുക്കാനുണ്ടായിരുന്നു. ആകെ ഞാൻ തരാം. சரி, இப்ப ஷீட்டுக்கு 5000 தான் தேவைப்படும். பசங்களுக்கு தானே டியூஷன் காசு. 2000 வச்சுக்கோ. അത് വേണ്ട, ഞാൻ കൊടുക്കാം. பரவாயில்ல. വേണ്ട. இல்ல, உன் கையில இருக்கிற காசு பேங்க்ல கட்டணும்ல, இது கொடுத்தா பரவாயில்ல, இருக்கும்போது தந்தா போதும். இப்போ ஷீட்டுக்கு இந்த 5000 வச்சு நான் அட்ஜஸ்ட் பண்ணிக்கலாம். அப்ப நான் போயிட்டு வரட்டா? சரி. എന്തായാലും മോന് ഫീസ് കൊടുക്കാൻ പൈസ കിട്ടിയത് എനിക്ക് സമാധാനം. എനിക്ക് സമാധാനായി. നീ നിന്നോട് കാര്യം പറട്ടെ, പൈസ എടുത്ത് ചെലവാക്കുമ്പോ ഇത് എന്ത് പൈസയാണ്, എന്തിനെടുത്ത് വെച്ചിട്ടുള്ള പൈസയാണ് എന്നുള്ള കാര്യം എന്നോട് ചോദിക്കണം. ഇത് പള്ളിയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. എങ്ങാനും ഇത് വിഷയമായിരുന്നെങ്കിലോ ഇന്ന് വഴക്കിനുള്ള കാരണമായോ? പരീക്ക, ഞാൻ ഇതുവരെ ചെലവാക്കിയ പൈസ ഇല്ലേ, അതൊന്നും എന്റെ വാസുവേട്ടന്റെ പൈസയല്ല. അത് ഓനും പറഞ്ഞു. അപ്പൊ എവിടുന്ന് ഈ പൈസ? ആളിയന്റെ പൈസ. ആളിയന്റെ പൈസയാണ്. ഞാനിവക്ക് മാക്സി ഒക്കെ വാങ്ങിക്കൊടുത്തില്ലേ, അതൊക്കെ അണ്ണന്റെ പൈസയായിരുന്നു. അപ്പൊ ഈ ചോദിക്കാതെയാണോ ഈ കായൊക്കെ എടുത്തിട്ട് വന്ന്? നിന്റെ പൈസ അല്ല, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വാസുവേട്ടന്റെ പൈസ വെച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പൊ കൊറേ പൈസ ഉണ്ടാവും വിചാരിച്ച്. പാടച്ചോനെ പോലെ പ്രശ്നമായോ? പ്രശ്നമൊന്നുമില്ല. എന്താ മൂപ്പര് പറഞ്ഞേ? അണ്ണനൊരു കുഴപ്പമില്ല അല്ലേ? അവന് പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞേ ഏതായാലും ഇപ്പൊ ഇവൾക്ക് വേണ്ടിട്ട് വേറെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, എന്നാ പിന്നെ ഏതായാലും അവളങ്ങ് ചെലവാക്കി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ലാന്ന്. പിന്നെ പറഞ്ഞേ ഇവളതിന്റെ ഇടയ്ക്ക് തട്ടി, അതേ കുട്ടിക്ക് പിന്നെ ഫീസ് കൊടുക്കാനൊക്കെ ഉള്ള പൈസ കൂടി വേണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ എന്തിനാ വെറുതെ അളിയനോട് ചോദിക്കണേ, ഞാൻ തരില്ല, എന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ്, അതിന്റെ ആവശ്യമില്ലല്ലോ, ആകെ പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2000 രൂപ പിന്നെയും കൊടുത്തു. നമ്മളൊന്നും വിചാരിക്കണം ആരല്ല, അതൊക്കെ ഓന്റെ വിഷമം കൊണ്ടൊക്കെ അങ്ങനെ പറയണതാവേ. കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ ഇല്ലാണ്ടാവും അങ്ങനെയൊക്കെ കാണിക്കണതേ. ഇപ്പൊ കുറച്ച് കായ് കിട്ടിയില്ല, അതിന്റെ സന്തോഷം. പറയണ പോലെ അത്രക്ക് നല്ല ആളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതല്ല, അതോ ഓന്റെ ദാരിദ്ര്യം കൊണ്ട് കാണിക്കണതാവും അങ്ങനെയൊക്കെ. ഇടക്കിടക്ക് വാസുചേട്ടൻ എടുത്തു പൈസ. നമസ്കാരം. ഞാനേ ഇന്നലെ ഈ ഓട്ടോയിലാണ് ഓട്ടം പോയത്. അപ്പൊ എന്റെ ഒരു 10,000 രൂപ ഞാൻ ഈ ഓട്ടോയിൽ വെച്ച് മറന്നിട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഓട്ടോയിൽ അന്വേഷിച്ചവൻ പറഞ്ഞു അതിനുശേഷം ഈ വീട്ടിലാണ് ഓട്ടം വന്നതെന്നാണ് പറഞ്ഞത്. സേവ് ചെയ്ത് 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മടക്കി തന്നാൽ വലിയ ഉപകാരം. അതെ, 10,000 രൂപ അവിടെ കിട്ടിയിട്ടുണ്ട്. അഡ്മിഷനുള്ള കാശാണ്. പക്ഷെ വേറൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതിപ്പോ ആളാരാന്ന് അറിയാതെ വേറൊരാളിപ്പോ പൈസ വാങ്ങിച്ച് പോയി വിടുന്നു. എന്ത് ചെയ്യും? കഴുതേനോട് വിളിക്കാൻ ഒരു ബഹളത്തിന് ഇപ്പൊ നിൽക്കരുത്. അല്ലാതെ പിന്നെ എങ്ങനെയാണോ? വളരെ മാന്യായിട്ട് വിളിക്കാം, നമുക്ക് കാര്യം നടക്കണ്ടേ. ഇവിടെ വന്നിട്ട് ബാക്കി നമുക്ക് പറയാം. വളരെ മാന്യായിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇത് പോയിട്ടില്ലെങ്കിൽ പോകണ്ട. അവിടുന്ന് ഒരു കാറ് കോയമ്പത്തൂർക്ക് പോണ്ട് വേഗം ഇങ്ങോട്ട് വരാൻ പറയും. പറഞ്ഞാൽ എത്തിണ്ടാവില്ല, സ്റ്റാൻഡിൽ എത്തിണ്ടാവില്ല. ഹലോ ഹലോ, അളിയാ നീ എവിടെ എത്തി? ബസ് കിട്ടിയില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാളിയാ, ഇവിടുന്ന് ഒരു കാറ് കോയമ്പത്തൂർക്ക് പോകണുണ്ട്. ആ കാറിലാണ് പോവാ കേട്ടോ.
ആ പിന്നെ 5000 രൂപയല്ലേ നിന്റെ കയ്യിലുള്ളൂ. ഞാൻ ഇപ്പൊ പരീക്കുട്ടിനെ കണ്ടപ്പോ പരീക്കുട്ടി എനിക്കൊരു 5000 രൂപ തരാനുണ്ട്. അപ്പൊ ആ 5000 രൂപ പരീക്കുട്ടി ഇപ്പൊ തന്നു. അപ്പൊ ആ 5000 കൂടെ നിനക്ക് അങ്ങോട്ട് തരാം. അങ്ങനെ 10000 രൂപ നീ നിന്റെ പൈസ ഉണ്ടല്ലോ അത് നീ കയ്യിൽ വെച്ചിട്ട് പൊക്കോ. അതാ നല്ലത് കേട്ടാ. ആ വേഗം വാ വേഗം വാ. ആ 10 മിനിറ്റ്. അതെ 10 മിനിറ്റിൻ്റെ ഉള്ളൂ. 10 മിനിറ്റ്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ വേഗം വാ. അതെ ഇപ്പോഴും വരാം. 10 മിനിറ്റിനുള്ളിൽ വരാം ചേട്ടാ. ഒന്നും വിചാരിക്കരുത്, ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ പൈസ തരും കേട്ടാ. വലിയ ഓ ഇത് അടിയുടെ ചിരിയുടെ തരികിട മേളപ്പൂരം കുട്ടീസ്